എല്ലാവർക്കും സൂപ്പർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല കിടുക്കാച്ചി ക്വസ്റ്റ്യൻസുകളാണ്, അതും ട്രിഗണോമെട്രിയിൽ നിന്നും. ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ഉടനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഇതിനകത്ത് മാസ്റ്റർ ആവും. വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ പഠിച്ചിരിക്കും, ഷുവർ, അത് ഉറപ്പ് തരികയാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ടല്ലേ, സ്റ്റാർട്ട് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ടായി ജോയിൻ ചെയ്യാം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്, അതിനോടനുബന്ധിക്കുന്ന മെറ്റീരിയൽ, ഓക്കെ. ക്വസ്റ്റ്യനും ആൻസറും സോൾവ് ചെയ്തതാണ്, അങ്ങ് പഠിച്ചേക്കണം, ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് എ ബി സി ഈസ് എ ട്രയാങ്കിൾ, അതൊക്കെ സ്വാഭാവികം. ആംഗിൾ സി 60 ഡിഗ്രി, അതും നടക്കുന്ന കാര്യമാണ്. ദെൻ വാല്യൂ ഓഫ് കോസ് എ പ്ലസ് കോസ് ബി ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കോസ് എ പ്ലസ് കോസ് ബി ഡിവൈഡ് ബൈ കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2. ആൻസറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഈ പ്രത്യേകിച്ച് ട്രിഗണോമെട്രിയെ കുട്ടികൾക്ക് എപ്പോഴും ഒരു പേടിയാണ്. കാരണം എങ്ങനെ തുടങ്ങും എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒന്നും പ്രശ്നമില്ല, നമ്മൾ പല പല പ്രോബ്ലംസുകൾ ചെയ്യുമ്പോൾ ഐഡിയാസ് ഇങ്ങനെ കയറി വരും, ഓക്കെ. അപ്പോൾ നോക്കി, ഇവിടെ സി എന്ന് പറഞ്ഞ ആംഗിൾ 60 ഡിഗ്രി. എ ബി സി ഇസ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ എത്രയാണ്? 180. അവിടെ എ പ്ലസ് ബി പ്ലസ് സി 60 ഡിഗ്രി ആയതുകൊണ്ട് സിക്ക് ഞാൻ 60 കൊടുത്തു. അപ്പോൾ അവിടെ നമുക്ക് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 60, ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 120. അതൊന്നും കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. ദെൻ കോസ് എ പ്ലസ് കോസ് ബി ബൈ കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ച് ഒന്ന് നോക്കിക്കേ, എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ എന്ന്. കോസ് എ പ്ലസ് കോസ് ബി ഡിവൈഡ് ബൈ കോസ് ഓഫ് എ മൈനസ് ബി. ഇവിടെ ക്ലൂ കിട്ടാനുള്ള കാരണമുണ്ട് കേട്ടോ, ക്ലൂവിനുള്ള കാരണമുണ്ട്. ഇതുണ്ടല്ലോ, ഇതിനെ കണ്ടാൽ നമുക്ക് എളുപ്പം തോന്നില്ലെങ്കിലും ഇത് കോസ് എ പ്ലസ് കോസ് ബി, കോസ് എക്സ് പ്ലസ് കോസ് വൈ, അല്ലെങ്കിൽ കോസ് സി പ്ലസ് കോസ് ഡി, 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. അവൻ തന്നെ, അവനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ ഇങ്ങനെ വരും കേട്ടോ. നോക്കാം. കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറഞ്ഞാൽ കോസ് സി പ്ലസ് കോസ് ഡി, ദറ്റ് ഈസ് 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ, ഇതിനെ ഒന്നും ചെയ്യേണ്ടവനെ, ദറ്റ് ഈസ് കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, ഇവിടെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മോനെ, സെയിം ടൈം ആണ് ഇത് രണ്ടും, അങ്ങ് ചുമ്മാ വെട്ടിക്കളയുക. കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2, പിന്നുള്ള എന്താണ്? 2 കോസ് എ പ്ലസ് ബി ബൈ 2 അല്ലേ, 2 കോസ് എ പ്ലസ് ബി ബൈ 2. ഇവിടെ എ പ്ലസ് ബിയെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മോനെ, 120 ഡിഗ്രി. വാട്ട് ഈസ് എ പ്ലസ് ബി ഹിയർ? 120. അപ്പോൾ ഇവിടോട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ദറ്റ് ഈസ് 2 കോസ് ഓഫ് 120 ബൈ 2. 120 ബൈ 2 എത്ര മോനെ? 60 ആണ്. വാട്ട് ഈസ് കോസ് 60 എത്രയാണ് മോനെ? 1 ബൈ 2. 2 ക്യാൻസൽ എത്ര മോനെ? 1 ആണ് നമ്മുടെ ആൻസർ. അടിപൊളി അല്ലേ, സൂപ്പറാണ്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ, എൻ്റെ നിഗമനം ശരിയാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതും മറ്റൊരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യമൊന്നും അങ്ങോട്ട് കാണുമ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തീരുമ്പോൾ നിങ്ങൾ ചെയ്തിരിക്കും, ഉറപ്പ്. ഇവനൊക്കെയാണ് നമ്മുടെ റിയൽ എൻട്രൻസ് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ ഇതൊന്നും പ്ലസ് 1-ലോ പ്ലസ് 2-ലോ ഈ പ്രോബ്ലംസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറില്ല. നമുക്ക് എപ്പോഴും കുട്ടി ക്വസ്റ്റ്യൻസുകളാണ് വേണ്ടത്, കുഞ്ഞത്. ഒരു 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3-ാം സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് ഞാൻ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ പഠിക്കത്തില്ല, നിർത്തും എന്നുള്ള രീതിയിൽ കൂടെ പഠിച്ച് വന്നതുകൊണ്ട് മുന്നോട്ടുള്ള ഒത്തിരി സ്റ്റെപ്സുള്ള ക്വസ്റ്റ്യനെ നമ്മൾ എപ്പോഴും അങ്ങ് അവോയ്ഡ് ചെയ്യും. അങ്ങനെയൊന്നും ഒരു എൻട്രൻസിന് നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത്. ക്വസ്റ്റ്യൻസുകൾ ചിലപ്പോൾ ഒത്തിരി ലെങ്തി ആയേക്കാം, ചിലപ്പോൾ ഇത്തിരി ഉള്ളതായിരിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്നത്തെ 2 ക്വസ്റ്റ്യൻസും ഒരേ ടൈപ്പിലുള്ളതാണ്. ട്രയാങ്കിൾ എ ബി സിയിലെ ക്വസ്റ്റ്യനാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. In triangle ABC, AB 16, BC 63, AC 65. Then value of cos 2A, cos 2B plus ആരാണ്? cos 2C. ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. A, B, C, D. 0, 1, 2, -1. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് പഴയ കാലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്രയും. പക്ഷേ ഇതുകൂടെ ചേർന്നിട്ടുള്ളതാണ് ഇവിടുത്തെ എൻട്രൻസിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സാധനം. പക്ഷേ ഇവനെ നമുക്കൊന്ന് തിരിച്ചറിയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. AB 16, BC 63, AC 65. ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ് മോനെ. വാട്ട് ഈസ് മെൻ ബൈ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്? സം ഓഫ് ദ
സ്ക്വയേഴ്സ് ഓഫ് സ്മോളസ്റ്റ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ. അതാണ് പൈതഗോറിയൻ. ഇവിടെ നോക്കിക്കേ, 16, 63, 65. 16 സ്ക്വയറും 63 സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് 65ൻ്റെ സ്ക്വയറിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് 16 സ്ക്വയർ പ്ലസ് 63 സ്ക്വയർ ഈസ് ഈക്വൽ ടു 65 സ്ക്വയർ. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എ ബി സി, ബി ആയിരിക്കും 90 ഡിഗ്രി. അതിൻ്റെ റീസൺ എന്താ? ബി 90 വരയ്ക്കാൻ എന്തായാലും റൈറ്റ് ട്രയാങ്കിളായി. പൈതഗോറിയൻ ട്രിപ്പിൾസ് സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ 90 ഡിഗ്രി ഉണ്ടാവും. 90 ഡിഗ്രി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏതായിരിക്കും? ഹൈപ്പോട്ടന്യൂസ്. ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്, ഏറ്റവും വലിയ സൈഡ് അല്ലേ, 65. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് നമ്മുടെ 90 ഡിഗ്രി. എ സി ആണ് ഇത് വരുന്നത് അല്ലേ, എ സിക്ക്. അപ്പോൾ ഓർത്തോണം, എ സി ആണ് ഹൈപ്പോട്ടന്യൂസ് എങ്കിൽ ബി ആയിരിക്കും 90 ഡിഗ്രി. ഒട്ടും മടിക്കേണ്ട, ധൈര്യമായിട്ട് എഴുതാം. അപ്പോൾ ബി 90 കേട്ടോ. മറ്റേത് ഏതെങ്കിലുമൊക്കെ 63യും 16ഒക്കെ ആയിക്കോട്ടെ, നമുക്കത് പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ബി എത്ര കിട്ടി മോനെ? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ബാക്കി 180 മൈനസ് 90 എത്രയായിരിക്കും മോനെ? 90 ഡിഗ്രി അല്ലേ. എയുടെയും സിയുടെയും കൂടെ സം എത്ര ആയിരിക്കും? 90. ഓക്കെ, ഇനി ഞാൻ പ്രോബ്ലത്തിലൂടെ കയറുകയാണ്. ദാറ്റ് ഈസ് cos 2a പ്ലസ് cos 2b പ്ലസ് cos 2c. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ റിസൾട്ടിലൂടെ പിന്നെയും ഞാൻ അങ്ങോട്ട് എത്തിക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇഫ് a plus b is equal to 180 means sum of two angles is equal to 180, then cos of a plus cos of b is equal to 0. മറന്നുപോയി, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ദാറ്റ് മീൻസ് വേണം ഞാൻ എയും ബിയും മാറ്റിയേക്കാം. ഇവിടെ ഓൾറെഡി എയും ബിയും ഉണ്ടല്ലോ, എക്സും വൈയും ആക്കാം. ഓക്കെ, അപ്പോൾ ഇച്ചിരി നിങ്ങൾക്ക് പരിചയം കിട്ടും. ഓക്കെ, ഇന്ന് വായിച്ചേ, എക്സ് പ്ലസ് വൈ 180, ദാറ്റ് മീൻസ് സം ഓഫ് ടു ആംഗിൾസ് ഈക്വൽ ടു 180, ദെൻ കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ എത്ര ആയിരിക്കും? 0. മറന്നുപോലെ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിൽ കൂട്ടുമ്പോൾ 180. അത് ഏത് 2 ഡിഗ്രി ആയിക്കോട്ടെ, 90ഉം 90ഉം ആവാം, 100ഉം 80ഉം ആവാം, 120ഉം 60ഉം ആകാം, പല രീതിയിൽ കൂടെ. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ കോസ് ഓഫ് ദിസ് ആംഗിൾ പ്ലസ് കോസ് ഓഫ് ദിസ് ആംഗിൾ ഈസ് ഓൾവേസ് 0. ഓക്കെ, നിങ്ങൾ ഏത് 2 ഡിഗ്രി എടുത്ത് നോക്കിക്കോ. ഇപ്പോൾ കോസ് 60യും കോസ് 120യും കൂടെ ചെയ്ത് നോക്കിക്കോ, ആൻസർ 0 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് എത്താം. അപ്പോൾ ഇവിടെ cos 2a പ്ലസ് cos 2b പ്ലസ് cos 2c ഈക്വൽ ടു എന്നാണ് അല്ലേ. ഇവിടെ നമുക്ക് എ പ്ലസ് സി എത്ര മോനെ? എ പ്ലസ് സി എത്ര? വാട്ട് ഈസ് എ പ്ലസ് സി എത്ര മോനെ? 90. ശരിയല്ലയോ? എ പ്ലസ് സി 90 ആണെങ്കിൽ 2a പ്ലസ് 2c എന്ന് പറഞ്ഞാൽ ആരായിട്ട് മാറും? 180 ആവും. ശരിയല്ലയോ? എയും സിയുടെ കൂട്ടുമ്പോൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡബിൾ എടുത്തു, 2a പ്ലസ് 2c, 90യുടെ ഡബിൾ 180. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈ 2 പേരെ തമ്മിൽ കൂട്ടുമ്പോൾ 180. നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ, 2 പേരെ തമ്മിൽ കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ കോസ് ഓഫ് ദാറ്റ് ആംഗിൾസ് ഈസ് ഈക്വൽ, സം ഓഫ് ദ കോസ് ഓഫ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എന്താണ്? cos 2a പ്ലസ് cos 2c ഈസ് ഈക്വൽ എത്ര ആയിരിക്കും? 0. ബിക്കോസ് 2a പ്ലസ് 2c 180, ദെൻ cos 2a പ്ലസ് cos 2c 0. ദാറ്റ് ഇസ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ പിന്നെ cos 2a പ്ലസ് cos 2c ഇവർ 2 പേരുടെയും കൂടെ സം എത്രയായി മോനെ? 0. പിന്നെ നടുക്ക് ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, cos 2b ജീവിച്ചിരിപ്പുണ്ട് അല്ലേ, കുഴപ്പമില്ല, അതിപ്പോൾ ശരിയായി തരാം. ദാറ്റ് ഈസ് 0 പ്ലസ് ബി എത്ര ഡിഗ്രിയാണ് മോനെ? ബി വാട്ട് ഈസ് ബി? 90 അല്ലേ. ബി 90 ആണെങ്കിൽ 2b എത്ര? 2 × 90, ദാറ്റ് ഈസ് കോസ് ഓഫ് ആരെന്ന് കിട്ടി? 180. വാട്ട് ഈസ് കോസ് 180? -1. പഠിച്ചിരുന്നോണേ, കോസ് 180 എത്രയാണ്? -1. കോസ് 360 എത്രയാണ്? +1. മറന്നു വരാം കേട്ടോ. അപ്പോൾ കോസ് 180 -1, കോസ് 360 എത്രയാണ്? +1 ആണ് കേട്ടോ. അപ്പം നമ്മുടെ ആൻസർ കിട്ടി, cos 2a പ്ലസ് cos 2b പ്ലസ് cos 2c -1. ഓക്കെ, നല്ല അടിപൊളി ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. രണ്ടും ഒരേപോലത്തെ കിട്ടുകിട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സോടൊന്ന് ഷെയർ ചെയ്തേക്കണം. കാരണം ചിലപ്പോൾ ഈ പ്രോബ്ലംസുകളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു എനർജി കിട്ടിയെന്നിരിക്കും അല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഒക്കെ തന്ന് അങ്ങോട്ട് വിട്ടേക്കണം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം വരും. പിന്നെ ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് കിട്ടും. ഗുഡ് ബൈ.